ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള എംപിയായ പ്രിയങ്ക ഗാന്ധിയാണ് ഇന്ത്യയിലുടനീളം ചർച്ച. അവർ കന്നിപ്രസംഗം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ചർച്ചകളിലും അവർ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ആവശ്യങ്ങളുമായി ഇന്നലെ പാർലമെൻറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഒരു രീതി വരെ കണ്ടിരുന്നു. കാരണം വയനാടിനെ കേന്ദ്ര സർക്കാർ അപമാനിക്കുന്നു, കേന്ദ്ര സഹായം നൽകുന്നില്ല എന്ന വിഷയങ്ങൾ ഉയർത്തിയാണ് അവർ കേരളത്തിന് വേണ്ടി സമരം ചെയ്യുന്നത്. ഇനി ഭാവി രാഷ്ട്രീയത്തിൽ വലിയ പങ്കുവഹിക്കാൻ കഴിയുമോ പ്രിയങ്ക ഗാന്ധിക്ക്? പാൽപ്പായസത്തിൽ പല്ലി വീണ പോലെ ആയിപ്പോയല്ലോ കന്നിപ്രസംഗം തന്നെ. വലിയ പ്രതീക്ഷയിൽ നമ്മൾ ഈ നേഴ്സറി സ്കൂളിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, നേഴ്സറി സ്കൂൾ ആനുവൽ ഡേ ഒക്കെ വരും. അപ്പം നമുക്ക് എല്ലാ അതിനകത്ത് കൊള്ളാവുന്ന പിള്ളേരെയൊക്കെ വിളിച്ചു നിർത്തിയാണല്ലോ ആനുവൽ ഡേയിൽ പരിപാടിയൊക്കെ നടത്തുന്നത്. ഇപ്പം നമ്മളെ ഒരുക്കി നമ്മുടെ പ്രോഗ്രാം കാണുന്നതിന് വേണ്ടി എല്ലാവരും വന്നിരിക്കും. പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിലെ ആൾക്കാരൊക്കെ കാണും. ഇപ്പം മോനിപ്പം അടുത്ത പരിപാടി നടത്തുമെന്നൊക്കെ പറയുന്ന കണക്ക് ഈ സാധനത്തിനെ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് വയനാട്ടിൽ നിർത്തി അവിടുന്ന് MP ആയി 4-5 ലക്ഷം വോട്ട് നമ്മൾ വിഡ്ഢികളൊന്നും പറയാൻ പറ്റത്തില്ല, പ്രബുദ്ധരായിട്ടുള്ള വയനാട്ടുകാർ ചെയ്തു, വിജയിപ്പിച്ചു. കാരണം അല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. വടക്കേ ഇന്ത്യയിൽ നിന്ന് ജയിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വയനാട്ടിൽ നിന്ന് മത്സരിച്ച് അവിടെ ഇരുത്തി ആദ്യത്തെ പ്രസംഗം കന്നിപ്രസംഗത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അതിനകത്ത് കാണുവാൻ സാധിക്കും. എൻ്റെ പുറകിലിരിക്കുന്ന ഒന്ന് ഹൈബിയുടെ, ഒന്ന് അടുത്ത് ഹൈബിയുടെ ഏറ്റവും പുറകിലായിരിക്കും. അതിൻ്റെ തൊട്ട് ഇടുക്കി MP ഉണ്ടല്ലോ, ഡീൻ കുര്യാക്കോസ്, അതിൻ്റെ പുറകിൽ ഷാഫി പറമ്പിൽ. കേരളക്കാരുടെ പിന്തുണയോടുകൂടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ സംസാരിക്കും. നമ്മൾ വലിയ പ്രതീക്ഷയിലാണല്ലോ. കാരണം കോൺഗ്രസും പ്രതീക്ഷയിലാണ്, ഇന്ത്യ മുന്നണിയും പ്രതീക്ഷയിലാണ്. കാരണം ഒരാളെ വെച്ചിട്ട് മാക്സിമം നോക്കി നാശമായി എല്ലാ രീതിയിലും നിരന്തരം പ്രശ്നമായിക്കൊണ്ടിരിക്കുക. യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന് പുള്ളിയുടെ രീതി അനുസരിച്ച് പുള്ളി കുറേ കാര്യങ്ങളുമായിട്ട് അദാനി ആയാലും കൊള്ളാം, ഭരണഘടന ആയാലും കൊള്ളാം, പിന്നെ ഈ പറയുന്ന എന്തോ BJPക്കെതിരെ BJPയുടെ ഒരു പുസ്തകം ഉണ്ടല്ലോ, നമ്മുടെ മനുസ്മൃതിയെ ഒക്കെ പുള്ളി മനുസ്മൃതിയൊക്കെ എടുത്ത് വർത്താനം പറയുന്നു. ഇന്ത്യ മൊത്തം പ്രശ്നമാണെന്ന് പറയുന്നു. പുള്ളി വിദേശത്ത് അങ്ങനെ വോട്ടാകും. അപ്പം കഴിഞ്ഞ ദിവസം ഈ കന്നിപ്രസംഗത്തിൽ വളരെ വിശാലമായിട്ട് പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി സംസാരിച്ചു കഴിഞ്ഞത് നമ്മൾ വിചാരിച്ചു പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. ഒന്നും ഉണ്ടായിട്ടില്ല. അദാനിക്കെതിരെ സംസാരിക്കുന്നു, ഇന്ത്യക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ സംസാരിക്കുന്നു, ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് പറയുന്നു. അതായത് അവരുടെ സഹോദരൻ കുറേ കാലങ്ങളായിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ചില ടൂൾ കിറ്റുകൾ, വേറെ ചില രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവർ സംസാരിച്ചത്. അപ്പം കുഴപ്പങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഹിമാചൽ പ്രദേശിലെ ഗവൺമെൻറ്റിൻ്റെ കുഴപ്പങ്ങൾ ഇവർ സംസാരിച്ചു. അതായത് ഹിമാചൽ പ്രദേശിലെ ഗവൺമെൻറ് കുറേ കാലങ്ങളായിട്ട് പാസ്സാക്കിയെടുക്കുന്ന നിയമങ്ങളെന്ന് പറഞ്ഞാൽ മുതലാളിമാർക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥവൃത്തത്തിന് വേണ്ടിയുള്ള നിയമങ്ങളാണ്. അവിടെ സാധാരണക്കാരനെ പരിഗണിക്കുന്നില്ല, സാധാരണ കർഷകർക്ക് യാതൊരു നിവൃത്തിയുമില്ല, സ്ത്രീ സുരക്ഷയില്ല, ഇങ്ങനെ വളരെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഈ പ്രസംഗം നടക്കുമ്പോഴും ഇതിൻ്റെ പുറകിലിരുന്ന് ഇപ്പം ഭരണപക്ഷത്തു നിന്ന് അന്നേരം ഈ പ്രസംഗം വന്നപ്പോൾ കൂടുതൽ കാര്യങ്ങളും മറ്റേതൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പുറകിൽ നിന്നുകൊണ്ട് അടിച്ചു കൊടുക്കുക. ഹൈബീഡൻ അടിച്ചു കൊടുക്കുന്നുണ്ട്, ഡീൻ കുര്യാക്കോസ് അടിച്ചു കൊടുക്കുന്നുണ്ട്, ഷാഫി പിന്നെ എനിക്ക് തോന്നിയാൽ അടിക്കുന്നൊന്നുമില്ല, പുള്ളി ഇങ്ങനെ അന്താളിച്ചിരിക്കുക. അപ്പം ഇത് ഈ പറയുന്നത് പോലെ എന്ത് പറഞ്ഞാലും അതിനകത്തൊരു തിരുത്തൽ വേണമെങ്കിൽ അവരെ ചൂണ്ടിക്കിട്ട് അതിനകത്തൊരു തിരുത്തൽ വരുത്തണം, അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റിയതാണോ എന്ന് പരിശോധിക്കേണ്ടി. കാരണം വലിയ വലിയ ആൾക്കാരുടെ പ്രസംഗം, ഈ വിഷയത്തിനെ പറ്റിയുള്ള പ്രസംഗം ആരെങ്കിലും ആയിരിക്കും തയ്യാറാക്കി കൊടുക്കുന്നത്. ആരെങ്കിലും തയ്യാറാക്കി കൊടുക്കുമ്പോൾ തയ്യാറാക്കാൻ ഏൽപ്പിക്കുന്ന ആൾക്കാർ കുറച്ച് ലോകപരമുള്ള ആൾക്കാരെ ആയിരിക്കുമല്ലോ ഏൽപ്പിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഇത് തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഇതൊന്നും വായിച്ച് നോക്കിയിട്ട് ആയിരിക്കുമല്ലോ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വായിച്ച് നോക്കിയിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഹിമാചൽ പ്രദേശിലെ സർക്കാർ തൻ്റെ സർക്കാരാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത രീതിയിൽ എഴുതി കൊടുത്താക്കി തെറ്റിയതാണെങ്കിലും അല്ലെ ഇവരെ പറ്റിക്കാനാണെങ്കിലും അത് തന്നെ വായിച്ചുകൊണ്ട് പോകുന്ന ഒരു ആളിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നമ്മൾ പപ്പുവിനെ എന്തിനാ പൊട്ടെന്ന് വിളിക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തിനാ ഈ പറയുന്നത് പോലെ വിവരമില്ലാത്തവൻ അല്ലെങ്കിൽ വായിത്തോന്ന് വിളിച്ച് പറയുന്നത്? അതിനെക്കാട്ടി വലിയൊരു വിവരദോഷിയായിട്ടുള്ള സ്ത്രീയായിട്ടല്ലേ അല്ലെങ്കിൽ ഈ ബഹുമാന്യ സ്ത്രീ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വെച്ചത്? അതെ, അദ്ദേഹം പണ്ട് വർഷങ്ങൾക്ക് മുൻപ് മൻമോഹൻ സിംഗ് ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ പബ്ലിക്കായി വന്ന് പത്രസമ്മേളനം വിളിച്ച് കീറിക്കളയുന്ന അത്രയ്ക്കുള്ള ബോധമേ പുള്ളിക്കുള്ളൂ. കാരണം പുള്ളിയുടെ ഗവൺമെന്റ് പാർലമെന്റിൽ പാസ്സാക്കിയ ബില്ല് പത്രസമ്മേളനത്തിൽ വന്ന് പുള്ളി വലിച്ചു വരും. അതൊക്കെ വലിയ ഹീറോയിസമായിട്ടാണ് മനോരമയും ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ പറഞ്ഞതും അല്ലെങ്കിൽ അന്ന് പ്രചരണം നടത്തിയതും ഒക്കെ. അപ്പം അത് വിവരദോഷമാണെന്ന് ഈ സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണ് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ വിവരദോഷമാണെന്ന് സർട്ടിഫിക്കറ്റ് ഉള്ള ആളിന് പകരം ഈ പാർട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് നാളെ കാലത്തെ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത്
സമാധാനത്തെ ഇതിനപ്പുറം ഒരു നെറുകയിലെത്തിക്കുന്നതിനും എല്ലാം കൂടെ ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ഒരു സാധനം കഴിഞ്ഞ ദിവസം അവിടെ കയറി കന്നി പ്രസംഗത്തിൽ പ്രസംഗിച്ച ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ ഈ പറയുമ്പം ഇന്ത്യ മഹാരാജ്യത്തെ രക്ഷിക്കാനും ഒന്നുമല്ല ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി MP ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് പ്രിയങ്ക ഗാന്ധി MP ആയിട്ട് വന്നിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയെ രക്ഷിക്കുന്നതിന് വേണ്ടി, റോബർട്ട് വധേരയെ രക്ഷിക്കുന്നതിന് വേണ്ടി. കാരണം പ്രിയങ്ക ഗാന്ധി MP ആയിട്ട് വന്ന്, റോബർട്ട് വധേരയെ അറിയാം, പ്രിയങ്ക ഗാന്ധിയെ കല്യാണം കഴിക്കുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ തദ്ദേശ സ്വയം വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹമായിരുന്നു MP ആയിരുന്നു. അദ്ദേഹം വന്ന് വിവരാവകാശം വെച്ച് ചോദിച്ചാണ്, അല്ലെങ്കിൽ പാർലമെന്റിൽ പറഞ്ഞതാണ്, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിൻ്റെ ആസ്തി, റോബർട്ട് വധേരയുടെ അന്നത്തെ ആസ്തി 15 ലക്ഷം രൂപയാണ്. ഇന്ന് റോബർട്ട് വധേര ഔദ്യോഗികമായിട്ട് റോബർട്ട് വധേരയുടെ ആസ്തി എത്ര? കോടിക്കണക്കിന് രൂപ. അതിന്റെ 3000 കോടി രൂപയ്ക്ക് ടാക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ എത്രയോ ഉണ്ടെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ DLF-ന്റെ അഴിമതി, അതായത് അദ്ദേഹം കഴിഞ്ഞ 10 കൊല്ലം മൻമോഹൻ സിംഗ് ഇരുന്ന സമയത്ത്, ഈ പ്രധാനമന്ത്രിയായിട്ടിരുന്ന സമയത്ത് പ്രതിരോധ വകുപ്പിൽ നടത്തിയ അഴിമതി, അല്ലെങ്കിൽ ഇടപെടിയിലും, അല്ലെങ്കിൽ അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ ആദിവാസികൾക്ക് കൊടുത്ത ഭൂമി, അല്ലെ വേറെ ഗവൺമെൻറ് ഭൂമികൾ മറിച്ചതിനകത്തും ലണ്ടനിൽ പോയി അതിന് ഫ്ലാറ്റ് മേടിച്ചതിനകത്തും വിദേശത്ത് നടത്തിയ ഇടപാടുകളിനകത്തും, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനകത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ ധാരാളം കേസുകളുള്ളതാണ്. അപ്പം നാളെ കാലത്ത് ഇപ്പം കേസുകൾ എടുക്കുമ്പോൾ അവർ പറയുന്നത് പകപോക്കലാണ്. കാരണം കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയും പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെയും മോട്ടിച്ചതിന് BJP അല്ലെങ്കിൽ ഇരിക്കുന്ന BJP-യുടെ ഭാഗമായിട്ടിരിക്കുന്ന ഗവൺമെൻറ്, BJP-യുടെ ഭാഗമായിട്ടിരിക്കുന്ന പറഞ്ഞാൽ അവർക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവരാണ് ഭരിക്കുന്നത്. അപ്പോൾ അവർ ആ ഏജൻസികൾ കേസെടുക്കുമ്പോൾ ഇതെല്ലാം രാഷ്ട്രീയ പകപോക്കലാണ്. നാളെ കാലത്തെ ഇദ്ദേഹത്തിന് എടുത്തിരിക്കുന്ന കേസുകൾക്ക് ഇദ്ദേഹം ജാമ്യം എടുത്ത് നിൽക്കുകയാണ്. നാളെ കാലത്ത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നിയമ നടപടികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പം നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ എൻ്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുന്ന രാഷ്ട്രീയ പകപോക്കലാണെന്ന് ഇപ്പോൾ പല കാര്യങ്ങളും ധരിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് ഇവർക്ക് ഈ പറയുന്നത് പോലെ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇവർ പലവട്ടം നേരത്തെ യു പിയിൽ ഇറക്കിയപ്പോൾ ഇവർ അവിടുത്തെ ചാർജ് കൊടുത്തുകൊണ്ട് വലിയ ആയിട്ട് ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു, ഇവിടെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ അവസാനം നോക്കിയപ്പോൾ യു പിയിൽ അതുവരെ 1, 2, 3 സീറ്റെങ്കിലും ഉണ്ട്. അന്ന് ആ പ്രാവശ്യം അവരുടെ ചാർജിൽ വന്നതിന് ശേഷം 0 സീറ്റിലേക്ക് പോയി. അതിനുശേഷം ഇവർക്ക് ഉത്തരവാദിത്തങ്ങളില്ലാത്ത ദേശീയ സെക്രട്ടറി ആയിട്ടാണ് നമ്മൾ ഒരു എവിടെ കൊടുത്തണമെങ്കിൽ അവിടെ എല്ലാം ഗുണമാണല്ലോ. അതുകൊണ്ട് പിന്നെ ഉത്തരവാദിത്തങ്ങൾ, കാരണം വീണ്ടും പേരുദോഷം വരണ്ട. കാരണം ഇവർ പല ആൾക്കാരെ മാറ്റി സ്ഥാപിക്കുന്നത് അയാൾ കുഴപ്പം, ഇയാൾ KPC പ്രസിഡന്റ്, അവിടുത്തെ KPC പ്രസിഡന്റ് കുഴപ്പം കൊണ്ട് അവിടെ തോറ്റ് ഇവിടുത്തെ KPC പ്രസിഡന്റ്, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പം ഇവരെ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിടത്തെല്ലാം പറഞ്ഞതുപോലെ ഉള്ളതിനകത്തുനിന്ന് 0-ലേക്ക് പോകുമ്പോൾ വീണ്ടും ഉത്തരവാദിത്തങ്ങൾ കൂടെ മാറ്റി നിർത്തിയിരുന്നു. ഈ പ്രാവശ്യം ലോക്സഭാ ഇലക്ഷൻ മത്സരിക്കാനാണെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ പൊതുവെ മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നില്ലല്ലോ. അതായത് മത്സരിച്ചാൽ വീണ്ടും ജയിക്കുമോന്ന് രാഹുൽ ഗാന്ധിക്ക് ഉറപ്പില്ലായിരുന്നു, സോണിയാഗാന്ധിക്ക് തീരെ ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് അവർ നേരത്തെ മാറിക്കൊണ്ട് ഈ പറഞ്ഞതുപോലെ രാജ്യസഭയിൽ കൂടെ വന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം യു പിയിലെ പോക്ക് കണ്ടപ്പോൾ ഇപ്രാവശ്യം സോണിയയുടെ സീറ്റും കൂടെ പോകുമെന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടായി. വെളിയിൽ പറയുന്നതുകൊണ്ടൊക്കെ ഉള്ളിലെ കാളല്ല. അപ്പം അതുകൊണ്ട് സോണിയ രാജ്യസഭയിലേക്ക് നേരത്തെ വന്നു. ഇദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് എന്തോ കുഴപ്പമുണ്ടെങ്കിലും ജയിപ്പിക്കാൻ പറ്റുന്നൊരു സീറ്റ് മുസ്ലിം ലീഗിനുണ്ടെന്ന് കണ്ടുകൊണ്ട് ഇവിടെ വന്ന് മത്സരിക്കുന്നു. ഇവിടുത്തെ മത്സരത്തിന് അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലെ മത്സരമുണ്ട്, അതിനുശേഷമാണ് നോമിനേഷൻ കൊടുക്കേണ്ടത് പോലും യു പിയിൽ വന്നത്. അപ്പം ഇവിടുത്തെ ആൾക്കാരെ കബളിപ്പിച്ചു, മത്സരിച്ചു, വോട്ട് വെട്ടിയിലായി കഴിഞ്ഞ് അവിടെ കൊണ്ടുവന്ന് നോമിനേഷൻ കൊടുക്കും. ഈ നോമിനേഷൻ കൊടുക്കുന്നത് എന്തിനാണ്? അവിടെ ജയിച്ചിട്ട് ഈ സീറ്റ് അന്നേ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്ത് അവരെയും കൂടെ MP ആക്കിക്കൊണ്ട് വരാമല്ലോ. കാരണം ഇതിനകത്ത് റോബർട്ട് വധേരയുടെ കൃത്യമായിട്ടൊരു ഇടപെടലുണ്ട്. റോബർട്ട് വധേര എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ്സാണ്. ഇവർ ഈ പറയുന്ന അദാനിയുടെ വിഷയം ഇന്നലെ കൃത്യമായിട്ട് റോബർട്ട് വധേര അദാനിയായിട്ടുള്ള ബന്ധം എങ്ങനെ? ആദ്യമേ ഇന്ത്യക്ക് ഈ എയർപോർട്ട് കൊടുക്കുന്നു, സീപോർട്ട് കൊടുക്കുന്നു, മറിച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറ്റി ആക്ഷേപം പറയുകയാണല്ലോ. കാരണം ആ ആക്ഷേപം ആദ്യമേ റോബർട്ട് വധേരയായിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിൻ്റെ ബന്ധം നിർത്തുക. മനസ്സിലാവുന്നുണ്ടോ? അത് നിർത്തിയിട്ട് പറഞ്ഞാൽ മതിയല്ലോ ഈ പറയുന്ന അദാനി കുഴപ്പമാണെന്ന്. അദാനി എന്ന് പറയുന്ന വ്യവസായി ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞ പല ടോക്കുകളും, ഈ വ്യവസായി ഇന്ത്യയിൽ അദ്ദേഹത്തിന് കഴിയുന്നത് കൊണ്ടും അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇപ്പം ഈ പോർട്ടുകളും അല്ലെങ്കിൽ ഈ പറയുന്ന എയർപോർട്ടുകളും ഒക്കെ ഏൽപ്പിക്കാൻ പറ്റുന്നത്. കാരണം ഇത് ടെൻഡർ വിളിച്ചല്ല, സ്വകാര്യമായിട്ട് വിളിച്ച് അദാനി മോർണിംഗ് വന്നാട്ടെന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിക്ക് വിളിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ കാര്യം തന്നെ അറിയില്ല. ഇപ്പം തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യം അറിയാം. വിഴിഞ്ഞം പോർട്ട് അദാനിയുടെ കാലെ പിടിച്ചാൽ മേടിപ്പിച്ച്. കാരണം ഇതിന് നമ്മൾ ടെൻഡർ കൊടുക്കണമല്ലോ. ആ ടെൻഡർ ഫോർമാറ്റിൽ ഇന്ത്യയിൽ വേറെ ആരല്ല കൊടുക്കാൻ അർഹതയുള്ളവർ. കാരണം ഓരോ ടെൻഡർ കൊടുക്കുമ്പോൾ അതിന് ക്വാളിഫിക്കേഷൻ വേണം, അത് കൊടുക്കാൻ അർഹതയുള്ളവർ വേണം. ഇല്ല, അതെനിക്ക് താല്പര്യമില്ലായിരുന്നു.
അദാനിക്ക് താല്പര്യമില്ലാതെ അദാനിയെ പോയി എന്ന് ഉമ്മൻചാണ്ടി കാണുകയാണ്. ഉമ്മൻചാണ്ടി കണ്ടു കഴിഞ്ഞിട്ട് അദാനിയുടെ ആയിട്ട് സംസാരിച്ച് ആ ഡീൽ ഇതുമായിട്ട് ഉറപ്പിച്ചിട്ട് അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ ഇവിടെ ഒരു 10-80 ഒരേക്കറോളം സ്ഥലം എനിക്ക് ടൗൺഷിപ്പിനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അദ്ദേഹത്തെ ക്രമപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നു. ഇപ്പൊ താണ്ട് പിണറായി വിജയനുമായിട്ടും ആ പ്രോജക്റ്റ് മുമ്പോട്ട് പോകുന്നതിന് കൊണ്ട് അവർ സഹകരിച്ച് നിൽക്കും. ഇത്തരത്തിൽ ഗവൺമെന്റുകൾ, ഓരോ സംസ്ഥാന ഗവൺമെന്റുകളും അദ്ദേഹത്തെ കൊണ്ട് ഫണ്ട് ചെയ്യിച്ചിട്ട് ആ സംസ്ഥാനങ്ങളുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടി കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അദാനി വലിയ ആളാണ്. അദ്ദേഹത്തെ കൂടെ കൂട്ടി മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ സമ്പന്നനായിട്ടുള്ള ഒരാളാണ്. കാരണം ഇപ്പം യൂസഫ് അലി ഇപ്പം നമ്മുടെ ഇവിടെ ഒരു ആള് തിരുവനന്തപുരത്ത് ഇട്ടാൽ ആ മാളിനകത്ത് ആൾ വരുമ്പോൾ പ്രദേശം മൊത്തം രക്ഷപ്പെടുക, എത്ര പേർക്ക് ജോലി കിട്ടുക. ഇങ്ങനെയുള്ള വ്യവസായികളെ മൊത്തം ഏതെങ്കിലും നമ്മൾക്കിടെ വെളിയിക്കുന്ന ഇന്ത്യ വിരുദ്ധ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് വേണ്ടി എവിടെ നിന്ന് കാശ് മേടിച്ച് സംസാരിക്കുന്ന രീതിയിലേക്ക് MP വന്നു കഴിഞ്ഞാൽ ഇത് ആരെടുത്താ പറയുന്നത്? അദാനി സീപോർട്ടും എയർപോർട്ടും പിന്നെ അത് ഇവിടെ മീൻ കച്ചവടക്കാരെ അല്ലെങ്കിൽ സാധാരണക്കാരനെ ഏൽപ്പിക്കാൻ ഒക്കും. അപ്പൊ ഇത് ഈ രീതിയിലുള്ള പ്രസംഗമാണ് അവർ പ്രസംഗിച്ചത്. വേറെ അതിനപ്പുറമുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയാം, ഈ സ്ത്രീ അവിടെ നിന്ന് പറയുന്ന, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവിടെ നിന്ന് പറഞ്ഞ വിവരക്കേട് പോലും ഡെസ്കിലടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്ന കേരള MP മാരെ നമുക്ക് അതിന് പുറകെ വട്ടം ഇരിക്കുന്നതാണ്. ഇനി അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണോ ഹിന്ദി അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അതിന് സാധ്യതയുണ്ട്. KC വേണുഗോപാൽ ആഞ്ഞടിക്കാൻ പറഞ്ഞപ്പോൾ അടികൊണ്ടത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, അതെ കോൺഗ്രസ്. അപ്പം ഇത് സംസാരിക്കുക. അതായത് നമ്മൾ പണ്ടൊരു കഥയുണ്ട്, പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നായിരിക്കും. പണ്ടൊരു പൊട്ടനായ രാജാവുണ്ട്. ഈ പൊട്ടനായ രാജാവിനെ കോമാളി കളിപ്പിക്കുക എന്നുള്ളതാണ് ഈ മന്ത്രിമാരുടെയും മറ്റവരുടെയും ഒക്കെ ഇഷ്ടം. പുള്ളിയെ പൊക്കി പറയുന്നത് പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നിരന്തരമായിട്ട് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക, അത് കൊള്ളാം, ഇത് കൊള്ളാം, ഭരണം കൊള്ളാം, പുള്ളി വലിയ ധീരനാണ്, മറ്റേ മറിച്ചുകൊണ്ട് വസ്ത്രം കൊള്ളാം. ഒരു ദിവസം ഇവർക്ക് തന്നെ ഇയാളെ പൊട്ടനാന്ന് അറിഞ്ഞുകൊണ്ട് ഇയാളെ കോമാളിത്തരം കണ്ട് ആസ്വദിക്കാറുണ്ട് ഈ മന്ത്രിമാരും അല്ലെങ്കിൽ ഈ രാജഗുരു എല്ലാം കൂടി. ഒരു ദിവസം നമുക്ക് ഇയാളെ ഒന്ന് പൂർണ്ണമായിട്ടും കളിയാക്കാമെന്ന് പറഞ്ഞാൽ പാവം പിടിച്ചവനൊരു വില കൂടിയ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു വളരെ ഭംഗിയുള്ള ഒരു ഡ്രസ്സാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ ഉടുപ്പും മുണ്ടും കോണാനും എല്ലാം ഊരിക്കളഞ്ഞിട്ട് ഈ പറയുന്നതുപോലെ ഉടുപ്പെല്ലാം ഇടിയിക്കുന്നതായിട്ട് തോന്നിപ്പിച്ചിട്ട് ഇട്ടിട്ട് ഇങ്ങനെ നിർത്തി. അതായത് പൂർണ്ണ നഗ്നനായിട്ട് രാജാവിനെ ഈ പറയുന്ന രാജ്യസഭയിൽ നിർത്തിയിരിക്കുക. എന്നിട്ട് ഇവരെല്ലാം പറഞ്ഞ അടിപൊളിയാണ്, എന്ത് സുന്ദരനാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇയാൾ നഗ്നനാണ്. അപ്പോൾ രാജാവ് നഗ്നനാണെന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നുണ്ട് തല പോകുമെന്ന് വെച്ചിട്ട് ഒരു സാധാരണക്കാരനും പറഞ്ഞില്ല. അവസാനം ഒന്നും അറിയാൻ മേത്ത ഈ വർത്താനം പറയാൻ മാത്രം, അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു കുഞ്ഞു പറഞ്ഞാണ്ട് രാജാവ് നഗ്നനായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അതുപോലെ ഇന്നലെ ഈ വിഡ്ഢിത്തങ്ങൾ മൊത്തവും ആ ലോകസഭയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ പുറകിൽ നിന്ന് ഇവർ നഗ്നയാണെന്ന് പറയാൻ പോലും സാധിക്കാത്ത, അല്ലെങ്കിൽ ഇവർ പറയുന്നത് വിഡ്ഢിത്തമാണെന്ന് പറയാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞോട്ടെന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലാണോ എന്ന് എനിക്കറിയത്തില്ല. MP മാർ കൈയടിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ. ഈ രീതിയിലേക്കുള്ള അടിമത്തവും, അല്ലെങ്കിൽ ഒന്നും എന്ത് ചെയ്താലും അതിനകത്ത് ശരി തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പോലും പറ്റാത്ത ഒരു കോൺഗ്രസ് പാർട്ടി എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറയും. കേരളത്തിലെ മാധ്യമങ്ങളും വലിയ രീതിയിലാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ പോയി സോണിയാഗാന്ധിയോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് പ്രസംഗം, അപ്പോൾ എക്സലന്റ് എന്നാണ് പറയുന്നത്. അതെ, മാധ്യമം ഇത് മറച്ചു പിടിക്കാനാണ്. ഇതെല്ലാം ഒരു അച്ചാരം മേടിപ്പിന്റെയും നമ്മൾ പറയുന്നത് പോലെ ചില കാര്യങ്ങളുമാണല്ലോ. അപ്പം അതുകൊണ്ട് അത് മറച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്ത്രീയെ പറ്റി കഴിഞ്ഞ ഈ പറയുന്ന 2019 തൊട്ട് നമ്മുടെ സ്വാമി പറയുന്നുണ്ട്. ആരാന്നറിയോ? സുബ്രഹ്മണ്യ സ്വാമി പറയുന്നുണ്ട് ഇവർക്ക് ബൈപ്പോളർ ഡിസീസ് ഉള്ള സ്ത്രീയാണ്. ഇവരെ പുള്ളി അറിയാമല്ലോ, ഈ പുള്ളി കാര്യങ്ങൾ തിരക്കിയിട്ട് കൃത്യമായിട്ട് അതിന്റെ എവിഡൻസ് വെച്ച് സംസാരിക്കുന്നത്. ബൈപ്പോളർ ഡിസീസ് ഉള്ള സ്ത്രീയാണ്. നമ്മൾ അവരെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. അല്ല, സ്വാമി പറഞ്ഞത് ഞാൻ എടുത്ത് പറയാം. ബൈപ്പോളർ ഡിസീസ് ഉള്ള സ്ത്രീ യാതൊരു കാരണവശാലും പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ വരാൻ പാടില്ല. അന്ന് പറഞ്ഞു. അന്ന് വിദേശ മാധ്യമങ്ങൾക്ക് മൊത്തം അദ്ദേഹം ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തു. അതിനുശേഷം കഴിഞ്ഞ ദിവസം പാർലമെന്റ് അന്ന് ഈ പറഞ്ഞതുപോലെ UP തെരഞ്ഞെടുപ്പ് ചുമതല കൊടുക്കുകയും അവർക്ക് അവിടുത്തെ ഇത് കൊടുത്തപ്പോഴാണ് പറഞ്ഞത്. ഇപ്പോൾ രണ്ടാമത് ഇവരുടെ മത്സരിക്കാമെന്ന് വീണ്ടും അദ്ദേഹം ഈ ആരോപണമായിട്ട് വന്നു. കാരണം ഇവരെ മത്സരിപ്പിക്കരുത്, വയനാടുകാർ ഇവരെ ജയിപ്പിക്കരുത്. കാരണം ഇവർക്ക് ബൈപ്പോളർ സിൻഡ്രോം എന്ന് വെച്ചാൽ അസുഖമുള്ളതാണ്. കാരണം ഇവർ വയലൻ്റ് ആവും, അവരുടെ ആൾക്കാരെ ഉപദ്രവിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും, അല്ലെങ്കിൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പം സ്ഥിരബുദ്ധിയുള്ള ആളിനെ മാത്രമേ ഒരു ഭരണാധികാരിയാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കൊടുത്താണ്. അപ്പോൾ ഈ പറഞ്ഞ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഇന്നലെ ഇവർ ബൈപ്പോളർ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നും വരാം. ഡ്യുവൽ പേഴ്സണാലിറ്റി ഇന്നലെ ഒരു പക്ഷേ ഈ കോൺഗ്രസ്സുകാർ ഇവരെ ജയിപ്പിച്ചുകൊണ്ടെന്ന് കോൺഗ്രസ് MP ആയിട്ട് അവിടെ എത്തിയപ്പോൾ അവിടെ വന്ന് ഇവരങ്ങ് BJP ആയി കാണും. അപ്പോൾ BJPക്ക് അനുകൂലമായിട്ട് സംസാരിച്ചായിരിക്കും എന്നും വിചാരിക്കാം. അപ്പോൾ ഏതായാലും ആഗ്രഹിച്ചു കൊണ്ടുവന്ന ഒരു സാധനത്തിന് വിപരീത ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് വലിയ വലിപ്പത്തിൽ ആണ്, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ പ്രസംഗം കേമമാണെന്ന് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ചില ആൾക്കാർ
പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഇവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അജണ്ടയല്ല, ഇതിനകത്ത് താല്പര്യങ്ങളാണ്. ഒന്ന് സ്വന്തം താല്പര്യം, രണ്ട് ഭർത്താവിൻ്റെ താല്പര്യം, പിന്നെ വിദേശ താല്പര്യം. ഈ താല്പര്യങ്ങളെല്ലാം കൂടുമ്പോൾ വരുന്നത് മൊത്തവും സമ്പത്താണ്. അതിനുവേണ്ടിയാണ് അതിപ്പോൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് BJP. അത് സോണിയാഗാന്ധിക്ക് തുടങ്ങിയിട്ടുണ്ട്, സോറോസിൻ്റെ ബന്ധം തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെല്ലാം കൃത്യമായ തെളിവുകളുമായിട്ട് ഇത് നേരത്തെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വളരെ ശക്തമായിരുന്നു BJP. ഇപ്പോൾ ഭരണപക്ഷത്ത് വന്നപ്പോൾ അത്ര ശക്തമല്ല, കാരണം പ്രതിപക്ഷത്താണ് കൂടുതൽ സമയം BJP ഇരുന്നിട്ട്. അന്ന് കണ്ടിട്ടുള്ള BJP എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്കതും വളരെ കൃത്യതയോടുകൂടി ഇടപെടുന്ന BJP നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കഴിഞ്ഞ ഈ പറഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തോടുകൂടി വളരെ കൃത്യതയോടുകൂടി വളരെ ഫിനിഷ്ഡ്, അല്ലെങ്കിൽ സോണിയാഗാന്ധിയിൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വളരെ കൃത്യതയോടുകൂടി ഡീപ് സ്റ്റേറ്റിനെ ഇതുവരെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ എടുത്ത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്ന ഒരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡീപ് സ്റ്റേറ്റിൽ തുടങ്ങി അതിനകത്ത് സോറോസ്, ഡീപ് സ്റ്റേറ്റിനകത്തുള്ള ബന്ധം, സോറോസിൻ്റെ സംഘടനയായിട്ട് സോണിയാഗാന്ധിക്കുള്ള ബന്ധം, ആ സോറോസിൻ്റെ സംഘടനയില്ല, ആ സംഘടന രാജ്യത്ത് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യക്കകത്ത് ജനാധിപത്യമില്ല, ഇന്ത്യക്കകത്ത് സ്വേച്ഛാധിപതിയാണ്, ഇന്ത്യക്കകത്ത് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് എഴുതി പ്രചരിപ്പിക്കുന്ന മാധ്യമമാണ്. ആ മാധ്യമത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ആളാണ് സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധി രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തണം എന്നാണ് JP നദ്ദയെ പോലുള്ള BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, രാജ്യസഭാ അംഗമായിട്ടുള്ള ആൾക്ക് പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവത്തിൽ തന്നെയാണ് അത്, വളരെ ആലോചിച്ച് ഗൗരവത്തിൽ പറയുന്ന കാര്യമാണ്. അതിനെ തുടർന്ന് കിരൺ റിജ്ജു മറ്റ് ആൾക്കാരെല്ലാം വളരെ കൃത്യതയോടും ഇതിൻ്റെ തെളിവുകളോടുകൂടി അകത്തും പുറത്തും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനിയും ഈ കാര്യങ്ങൾ മറച്ചു പിടിച്ച് പോകുന്നതിന് തീരുമാനമില്ല. ഒരു പക്ഷേ ഡീപ് സ്റ്റേറ്റിനെയും സോറസിനെയും പറ്റിയൊക്കെ വളരെ പച്ചയായിട്ട് പറയുന്നതിന് പുതിയ ട്രംപിൻ്റെ ഭരണകൂടത്തിൻ്റെ സഹായം കൂടി ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ട്. ഇതുവരെ അത് പറയാവുന്നത് അമേരിക്കയായിട്ടുള്ളൊരു ബന്ധത്തിനകത്ത് അത്രയ്ക്ക് അങ്ങോട്ട് വഷളായി പോകേണ്ട, ആ ബന്ധം അങ്ങനെ നിലനിന്നിപ്പോട്ടുണ്ട്. ഇപ്പം ട്രംപാണല്ലോ ഒന്ന്, ട്രംപിനും ഇതേ അഭിപ്രായം തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ BJPയുടെ ട്വീറ്റുകൾ പോലും ട്രംപ് എക്സിൽ കുറിക്കുന്നതിനും അല്ലെങ്കിൽ അതിന് പ്രൊമോഷൻ കൊടുക്കുന്നതിനും തന്നെ. ഏതായാലും ലോക പരാജയമായിരുന്നു. നഗ്നയാണെന്ന് ഉള്ള, അല്ലെങ്കിൽ നഗ്നയായിട്ട് നിന്ന പ്രിയങ്ക ഗാന്ധി നഗ്നയാണെന്ന് പറയാൻ പോലും കോൺഗ്രസ്സിന് സാധിക്കാത്ത ഒരവസ്ഥയിലേക്കാണ് കോൺഗ്രസിൻ്റെ പോക്ക്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതിൽ കൂടുതൽ വിഡ്ഢിത്തരങ്ങൾ പാർലമെൻറ്റിൽ കാണേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.